വിവാദമുണ്ടാക്കി സിനിമാ പ്രമോഷൻ നടത്തുന്ന വ്യക്തിയല്ല താനെന്ന് നടൻ ആസിഫ് അലി. വിവാദമുണ്ടായതുകൊണ്ട് സിനിമയ്ക്ക് ആള് കയറില്ല. രമേശ് നാരായണൻ വിഷയം വിവാദമാക്കേണ്ട ഒന്നല്ലെന്നും ആസിഫ് അലി പറഞ്ഞു. തന്റെ പുതിയ ചിത്രമായ അഡിയോസ് അമിഗോയുടെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആസിഫ് അലി. സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ഉണ്ടായ വിഷയം വിവാദമാക്കേണ്ട ഒന്നല്ല എന്നും അതിൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല എന്നും ആസിഫ് അലി പറഞ്ഞു. വിവാദമുണ്ടായതുകൊണ്ട് സിനിമയ്ക്ക് ആള് കയറുമെന്ന് വിശ്വസിക്കുന്നില്ല. വിവാദമുണ്ടാക്കി സിനിമാ പ്രമോഷൻ നടത്തുന്ന വ്യക്തിയല്ല താനെന്നും നടൻ ആസിഫ് അലി വ്യക്തമാക്കി. വിവാദത്തിന് സാധ്യത പോലും ഇല്ലായിരുന്നു. അത് സംഭവിച്ചു, അത് കഴിഞ്ഞു. അതിന് വളരെ കൃത്യമായ ഒരു ക്ലൈമാക്സ് ഉണ്ടായി, അത് കഴിഞ്ഞു. അതൊരിക്കലും ഞാൻ മെറ്റീരിയലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. അത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. അത് ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴാണ് ഞാനും ഇത് ഇത്ര വലിയ പ്രശ്നമായി പറഞ്ഞത്. അത് കഴിഞ്ഞു. അതും സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സിനിമ കാണാൻ ഒരാൾ കൂടുതൽ കയറുമെന്നോ ഒരു സിനിമയ്ക്ക് റീച്ച് കിട്ടുന്നു എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. തനിക്കൊരു വിഷമമുണ്ടായി എന്നറിഞ്ഞ് തന്നെ സാന്ത്വനിപ്പിക്കാൻ ആളുകൾ കാണിച്ച മനസ്സിനെ ഏറെ വിലമതിക്കുന്നുവെന്നും ആ പിന്തുണ നൽകുന്ന ധൈര്യം വളരെ വലുതാണെന്നും ആസിഫ് അലി പറഞ്ഞു. റൊഷാക്കിന്റെ ട്രെയിലർ വന്ന സമയത്ത് മുഖംമൂടി ഇട്ടിരുന്ന എൻ്റെ കണ്ണ് തിരിച്ചറിഞ്ഞ് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ട്. എൻ്റെ കണ്ണ് കണ്ടാലും ഇന്ന് മലയാളിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അംഗീകാരമായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ കിട്ടിയ ഒരു സപ്പോർട്ടാണിത്. ഇത്രയും അത് ആ പ്രശ്നം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ എനിക്കൊരു വിഷമം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ കാണിച്ച ആളുകളുടെ ഒരു മനസ്സ്, അത് ഭയങ്കര ധൈര്യമാണ്. ദുബായിൽ തന്റെ പുതിയ ചിത്രമായ അഡിയോസ് അമീഗോയുടെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടൻ സുരാജ് വെഞ്ഞാറമൂട്, സംവിധായകൻ നഹാസ് നാസർ, തിരക്കഥാകൃത്ത് തങ്കം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്.